ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 2 സെഷനിലായിട്ട് നമ്മൾ 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. 51ാമത്തെ ചോദ്യം മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോടോപ്പ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ച് കഴിഞ്ഞ സെഷനിൽ നമ്മൾ വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്ലാസ് കാണാത്തവർ കാണുക, അന്നേരം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 1H1, 1H2, 1H3 എന്നുള്ളതാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ട്രൂട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ് അല്ലെ, ഡ്യൂട്ടീരിയം ആണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നീൽ ആംസ്ട്രോങ്ങും മൈക്കിൾ കോളിൻസും ഒക്കെ തിരിച്ച് ഇറങ്ങിയ സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് സമുദ്രം? പസഫിക് സമുദ്രമാണ്. ഓക്കെ, പസഫിക് ഓഷ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്ത്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്, കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. പാറ്റല്ല. ഓക്കെ, നമ്മുടെ അസ്ഥികൂടം അല്ലെങ്കിൽ നമ്മുടെ സ്കെലിട്ടൺ ഉണ്ടല്ലോ, അസ്ഥികൂടം. അസ്ഥികൂടത്തിൽ ടോട്ടലായിട്ട് എത്ര അസ്ഥികളാ ഉള്ളേ? അസ്ഥികൂടത്തിൽ ടോട്ടലായിട്ട് എത്ര അസ്ഥിയുണ്ട്? 206 അസ്ഥികളുണ്ട് അല്ലെ, 206 അസ്ഥികളുണ്ട്. ഈ നമ്മുടെ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമല്ലോ. ഏതൊക്കെയാണത്? അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ. അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. ഓക്കെ, ഇതിൽ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര എന്നുള്ളത് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 80 അസ്ഥികളാണ്. അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ടോട്ടൽ 206 അസ്ഥികളായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഓരോരോ അസ്ഥികൾ, ഓരോ സ്ഥലത്ത് എത്ര എത്ര അസ്ഥികളുണ്ട്, ഓരോന്നിന്റെയും ശാസ്ത്രീയ നാമം മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. വായിച്ചിട്ട് പോവുക, എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥി ഉണ്ടാവും? ഏകദേശം 300ഓളം അസ്ഥികൾ ഉണ്ടാവും. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു 300ഓളം അസ്ഥി ഉണ്ടാവും. പ്രായപൂർത്തിയാവുന്ന സമയത്ത് 206 ആയിട്ട് മാറുന്നു. അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ശിശു വളർന്നു വരുമ്പോൾ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. എങ്ങനെയാണ് അത് കുറഞ്ഞത്? പല അസ്ഥികളും തമ്മിൽ കൂടിച്ചേരുന്നു, ഫ്യൂസ് ആകുന്നത് കൊണ്ടാണ് ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നത്? അസ്ഥികളുടെ എണ്ണം കുറയുന്നത്. ഓക്കെ, അപ്പൊ അതറിയാന്ന് വിചാരിക്കുന്നു. മാക്സില്ല എന്ന് പറഞ്ഞ എവിടത്താണ്? മാക്സില്ല മേൽത്താടിയാണ്. നമ്മുടെ മേൽത്താടിയില്ലേ, മേൽത്താടിയെല്ലാണ് മാക്സില്ല എന്ന് പറയുന്നത്. കീഴ്ത്താടിയെല്ലിന് എന്താ പറയാ? കീഴ്ത്താടിയെല്ല് മാൻഡിബിൾ ആണ്. ഓക്കെ, മാൻഡിബിൾ. കീഴ്ത്താടിയെല്ലിന് പറയുന്ന പേര് മാൻഡിബിൾ എന്നാണ്. തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് നമ്മുടെ കീഴ്ത്താടിയെല്ല് അല്ലെങ്കിൽ മാൻഡിബിൾ എന്ന് പറയുന്നത്. നമുക്ക് കീഴ്ത്താടിയെല്ല് മാത്രം ചലിപ്പിക്കാൻ പറ്റും. നമ്മുടെ തലയോട്ടിയിലെ വേറൊരു അസ്ഥികളും നമുക്ക് ചലിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കീഴ്ത്താടിയെല്ലൊന്ന് ചലിപ്പിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെ താഴെയുള്ള ആ ഒരു താടിയെല്ല് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ് എവിടെയുള്ളതാണ്? കയ്യിൽ കാണുന്ന അസ്ഥിയാണ് റേഡിയസ്. അതേപോലെ അൾന, റേഡിയസ്, അൾന മുതലായവ നമ്മുടെ കയ്യിൽ കാണുന്ന അസ്ഥികളാണ്. സ്കാപ്പുല എവിടെ കാണുന്നതാണ്? സ്കാപ്പുല, ക്ലാവിക്കിൾ മുതലായത് നമ്മുടെ തോളിൽ കാണുന്നതാണ്. ഷോൾഡറിൽ കാണുന്ന അസ്ഥികളാണ് സ്കാപ്പുലയും ക്ലാവിക്കിളും ഒക്കെ. ഇതിൽ ക്ലാവിക്കിൾ അറിയപ്പെടുന്ന പേര് ബ്യൂട്ടി ബോൺ എന്നാണ്. ബ്യൂട്ടി ബോൺ. ഈ മോഡൽസിലൊക്കെ കഴുത്തിൽ ഇങ്ങനെ 2 എല്ലിങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ ഒരു അസ്ഥിക്ക് പറയുന്ന പേരാണ് ക്ലാവിക്കിൾ അല്ലെങ്കിൽ ബ്യൂട്ടി ബോൺ എന്നുള്ളത്. ഓക്കെ, സ്കാപ്പുല എന്നറിയപ്പെടുന്ന ബോൺ, നമ്മുടെ സ്കാപ്പുല അറിയപ്പെടുന്ന പേര് ഷോൾഡർ ബ്ലേഡ് എന്നാണ്. ഓക്കെ, ഷോൾഡർ ബ്ലേഡ് എന്നറിയപ്പെടുന്ന അസ്ഥി സ്കാപ്പുലയാണ്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ ആണ്. ബ്യൂട്ടി ബോൺ അല്ലെങ്കിൽ കോളർ ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ ആണ്. ബ്യൂട്ടി ബോൺ അല്ലെങ്കിൽ കോളർ ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥയാണ്. ചാർജുള്ള കണങ്ങളായിട്ട് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. കഴിഞ്ഞ സെഷനിലൊക്കെ തന്നെ നമ്മൾ പ്ലാസ്മ അവസ്ഥയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. പദാർത്ഥങ്ങൾ ചാർജ് ഉള്ളതായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥ ആണ്. ഓക്കെ, ശരി. ഇനി ഇടിമിന്നലിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, അതൊക്കെ തന്നെ എന്താണ്? പ്ലാസ്മ അവസ്ഥ ആണ്. തോറിയത്തിന്റെ അയിര്
തോറിയത്തിന്റെ അയിര് ഏതാ? തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. മോണോസൈറ്റ് ആണ് തോറിയത്തിന്റെ അയിര്. ഏതാണ്? മോണോസൈറ്റ്. ഓക്കെ, അയിരുകളും ധാതുക്കളും ഉറപ്പായിട്ടും പഠിക്കണം. ഓരോന്ന് ഏതിന്റെയൊക്കെ അയിരുകളാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, ഗലീന ആരുടെ അയിരാണ്? ഗലീന, ഗലീന, സെറുസൈറ്റ്, ലിതാർജ്, ഇതൊക്കെ ലെഡിന്റെ അയിരുകളാണ്. ഓക്കെ, ലെഡിന്റെ അയിരുകളാണ്. ഗലീന, സെറുസൈറ്റ്, ലിതാർജ് മുതലായവ ലെഡിന്റെ അയിരുകളാണ്. പിച്ച് ബ്ലെൻഡ് ആരുടെ അയിരാണ്? പിച്ച് ബ്ലെൻഡ് യുറേനിയം. യുറേനിയം പിച്ച് ബ്ലെൻഡ്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. ബോക്സൈറ്റ്, PSC ഒരുപാട് റെക്കോർഡിട്ട ക്വസ്റ്റ്യൻ ആണ്. ബോക്സൈറ്റ് ആരുടെ അയിരാന്നുള്ളത്? ബോക്സൈറ്റ് അലുമിനിയം അല്ലെ, അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്, ഗലീന, സെറുസൈറ്റ്, ലിതാർജ് ഒക്കെ ലെഡ്, പിച്ച് ബ്ലെൻഡ് യുറേനിയം, ബോക്സൈറ്റ് അലുമിനിയം. പൈറുലോസൈറ്റ് അറിയോ? പൈറുലോസൈറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൈറുലോസൈറ്റ് മാംഗനീസ് ആണ്. മെഗ്നീഷ്യം എന്ന് എഴുതരുത്, മാംഗനീസ്. മാംഗനീസ് ആണ്, മാംഗനീസ് ആണ് പൈറുലോസൈറ്റ്. മാംഗനീസ്, പൈറുലോസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്ത് ചെയ്യും? ഐസിൽ കറിയുപ്പ് ചേർത്താൽ അതിന്റെ ദ്രവണാങ്കത്തിന് എന്ത് പറ്റും? ദ്രവണാങ്കം കുറയുന്നു. ഐസിൽ കറിയുപ്പ് ചേർത്താൽ അതിന്റെ ദ്രവണാങ്കം കുറയുന്നു. ഈ ഒരുപാട് ഐസ് ഒക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ഉപ്പ് വിതറാറുണ്ട്. ആ ഐസ് പെട്ടെന്ന് മെൽറ്റായി പോകാൻ വേണ്ടി, പെട്ടെന്ന് ഉരുകി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് വിതറാറുണ്ട്. അത് ഐസിന്റെ ദ്രവണാങ്കം കുറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ എന്താ? മെൽറ്റിംഗ് പോയിന്റ് ആണ് ദ്രവണാങ്കം. മെൽറ്റിംഗ് പോയിന്റ് ആണ് ദ്രവണാങ്കം. ഓക്കെ, ഇപ്പൊ ഒരു ഐസ് ഉണ്ടെങ്കിൽ ഈ ഐസ് ഉരുകാൻ, ഈ ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ ആണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ്. ഏതൊരു വസ്തുവും ഉരുകുന്ന ടെമ്പറേച്ചറിനാണ് നമ്മൾ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഐസ് വേഗത്തിൽ ഉരുകുന്നു എന്നാണ് അർത്ഥം. ദ്രവണാങ്കം കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് വേഗത്തിൽ ഉരുകുന്നു. അപ്പോൾ ഐസ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. ഈ ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പിനെ ഇങ്ങനെ വെതറിക്കഴിഞ്ഞാൽ, ഉപ്പ് വെതറിക്കഴിഞ്ഞാൽ ആ ഐസിന്റെ ദ്രവണാങ്കം കുറയും എന്ന് പറയുമ്പോൾ സാധാരണ ഐസ് ഉരുകി വെള്ളമാകുന്നതിനേക്കാൾ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം കുറയുകയും അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുകയും ചെയ്യും? ഉരുകുകയും ചെയ്യും. നമുക്ക് ആ തടസ്സം അങ്ങ് മാറുകയും ചെയ്യും. ഇപ്പോ ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നടക്കാനും ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഉപ്പ് വെതറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പെട്ടെന്ന് ഐസ് ഉരുകുകയും നമുക്ക് ആ ഒരു സ്ഥലത്ത് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഈ ഐസും ഉപ്പും ചേർന്ന മിശ്രിതം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ശീതമിശ്രിതം എന്നാണ് പറയുന്നത്. ഫ്രീസിംഗ് മിക്സ്ചർ എന്ന് പറയും, ശീതമിശ്രിതം എന്ന് പറയും. ഓക്കെ, ശീതമിശ്രിതം അല്ലെങ്കിൽ ഫ്രീസിംഗ് മിക്സ്ചർ എന്ന് പറയും. ഐസും ഉപ്പും ചേർന്നത് ശീതമിശ്രിതമാണ് അല്ലെങ്കിൽ ഫ്രീസിംഗ് മിക്സ്ചർ ആണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില, സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? അണുസംയോജനമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഒക്കെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെച്ചിരിക്കണേ. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ആരാ ഉള്ളത്? നൈട്രജൻ. ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജൻ ആണ്. 78% നൈട്രജൻ ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ എന്ന് പറയുന്ന വാക്കവിടെ നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നൈട്രജൻ എഴുതാനായിട്ട് തോന്നും. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ PSCയുടെ പ്രീവിയസ് ആണെന്ന് പറയേണ്ടതില്ലല്ലോ, നമ്മൾ പ്രീവിയസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ മൂലകമാണ് ഏത്? ഓക്സിജൻ. ഓക്സിജൻ ഒരു 21% ആരാണുള്ളത്? ഓക്സിജൻ ആണുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആണ്. കുറച്ചു പേർക്കെങ്കിലും ഹൈഡ്രജൻ ആണെന്ന് തോന്നും. ഹൈഡ്രജൻ ആൻസർ ആയിട്ട് വരണമെങ്കിൽ പ്രപഞ്ചമാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഈ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം അല്ലെങ്കിൽ വാതകമാണ് ഹൈഡ്രജൻ. നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം അല്ലെങ്കിൽ വാതകമാണ് ഏത്? ഹൈഡ്രജൻ. ഇനി മനുഷ്യ ശരീരം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം അല്ലെങ്കിൽ വാതകം എന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം അല്ലെങ്കിൽ വാതകം ഓക്സിജൻ ആണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹമാണ് ചോദ്യമെങ്കിൽ അത് കാൽഷ്യം ആണ്. ലോഹമാണ് ചോദ്യമെങ്കിൽ എന്താണ്? അത് കാൽഷ്യം ആണ്. ഇനി അന്തരീക്ഷത്തിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അലസവാതകം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഉത്തരം ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അലസവാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ആർഗൺ.
പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അലസവാതകം എന്ന് ചോദിച്ചാലോ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അലസവാതകം എന്ന് ചോദിച്ചാൽ ഉത്തരം ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അലസവാതകം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഉത്തരം ഹീലിയം ആണ്. ഓക്കെ, ഹീലിയം. ഓർത്തു വെക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യനെ ഒന്ന് വളച്ചൊടിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദ്രവ്യവും ഊർജവും രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ്. ഒരേ കാര്യത്തിന്റെ രണ്ട് രൂപങ്ങളാണ്. നമുക്ക് ദ്രവ്യത്തെ ഊർജമാക്കി മാറ്റാമെന്നും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലുള്ള ദ്രവ്യം അല്ലെങ്കിൽ മാറ്ററിനെ നമുക്ക് വേണമെങ്കിൽ ഊർജമായിട്ട് പരിവർത്തനം ചെയ്യാം എന്ന് പറഞ്ഞ വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഏതാണ് അദ്ദേഹത്തിന്റെ സമവാക്യം? E സമം mc². E സമം mc² എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള സമവാക്യം. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട്. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. E സമം mc² എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അത് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ഇപ്പൊ 1 കിലോഗ്രാം ദ്രവ്യമുണ്ട്. ഈ 1 കിലോഗ്രാം ദ്രവ്യത്തിനെ ഊർജമാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. ഏത് ഇക്വേഷൻ പ്രകാരമാണ് ഊർജമാക്കി മാറ്റാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ E സമം mc² എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരമാണ് ഊർജമാക്കി മാറ്റുന്നത്. ഇതിൽ C എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗതയാണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. ആ വേഗതയാണ് എടുത്ത് C എന്ന് പറയുന്നത്. അപ്പോ 1 കിലോഗ്രാം ദ്രവ്യത്തിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഊർജ്ജമായിട്ട് മാറ്റുകയാണെങ്കിൽ എത്ര ഊർജ്ജം വരും അവിടെ? ഈസ് ഈക്വൽ ടു മാസിന് പകരം 1 കിലോഗ്രാം ഇൻറ്റു സിക്ക് പകരം 3 × 10⁸ സ്ക്വയർ കൊടുക്കണം അല്ലെ? സ്ക്വയർ നമ്മൾ കൊടുക്കണം. ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ. അപ്പൊ എന്ത് വരും? 3ന്റെ സ്ക്വയർ 9 ആണ്. 9 × 10⁻16 ജൂൾ. 9 × 10⁻16 ജൂൾ ഊർജ്ജമാണ് 1 കിലോഗ്രാം ദ്രവ്യത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് വെറും 1 കിലോഗ്രാം ദ്രവ്യത്തിനെ നമ്മൾ ഊർജ്ജമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്ര ഊർജ്ജം പുറത്തേക്ക് വരുന്നു? 9 × 10⁻16 ജൂൾ ഊർജ്ജം പുറത്തേക്ക് വരുന്നു. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ 10th ലെവൽ എക്സാമിന് വേണമെങ്കിലും ചോദിക്കാം. ഇത് 10ാം ക്ലാസ്സിൽ ലൈറ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിനകത്ത് ഊർജ്ജ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ. അതുകൊണ്ട് ഈ ഒരു കൺവേർഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവിടെ 10⁸ സ്ക്വയർ എടുക്കുമ്പോൾ 10⁻16 വരും എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. ഇത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആറ്റത്തിന്റെ നടുവിൽ എന്താണ്? ന്യൂക്ലിയസ് ആണുള്ളത്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ട് അല്ലെ? ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളിൽ ആരാണ് കാണുന്നത്? ഷെല്ലുകളിൽ കാണുന്നത് ഇലക്ട്രോണുകളാണ്. അപ്പൊ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഏക കണിക ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് J.J. തോംസൺ ആണ്. J.J. തോംസൺ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച വ്യക്തി ആര്? മില്ലിക്കൺ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച വ്യക്തി മില്ലിക്കൺ ആണ്. മില്ലിക്കന്റെ ഒരു പരീക്ഷണമുണ്ട്. പരീക്ഷണത്തിന്റെ പേരാണ് എണ്ണത്തുള്ളി പരീക്ഷണം അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. മില്ലിക്കൺ തന്റെ എണ്ണത്തുള്ളി പരീക്ഷണം അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യത്തെ കണ്ടുപിടിച്ചത്. ഓക്കെ, ശരി. ഇനി ഇലക്ട്രോൺ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സ്റ്റോണിയാണ്. ജോൺ സ്റ്റോണിയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി. ജോൺ സ്റ്റോണി. ഓക്കെ, ജോൺ സ്റ്റോണിയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി നമ്മുടെ ന്യൂക്ലിയസിൽ അല്ലെങ്കിൽ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ചോദിച്ചാൽ അത് ന്യൂട്രോൺ ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ആണ്. അറിയാലോ? ഓക്കെ, ഇനി നമ്മുടെ ഇലക്ട്രോണിന്റെ അതേ മാസും പക്ഷെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണെന്നറിയോ? ഇലക്ട്രോണിന്റെ സെയിം മാസ് ആണ്. പക്ഷെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ, ആ സാധനത്തിന് നമ്മൾ പറയുന്ന പേര് പോസിട്രോൺ എന്നാണ്. പോസിട്രോൺ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റിവിഷൻ ആയതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. പോസിട്രോൺ ആണ്. പോസിട്രോണിനെ കണ്ടുപിടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കോൾ ആൻഡേഴ്സൺ ആണ്. പോസിട്രോണിനെ കണ്ടുപിടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കോൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോണിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പോസിട്രോൺ കണ്ടെത്തിയത് കോൾ ആൻഡേഴ്സൺ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ചാർജുകളും മാസുകളും വേണമെങ്കിൽ ഒന്ന് പറയാം. ഇലക്ട്രോണിന്റെ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ 9.1 × 10⁻31 kg ആണ് ഇലക്ട്രോണിന്റെ മാസ്. 9.1 × 10⁻31 kg ആണ് ഇലക്ട്രോണിന്റെ മാസ്. പോസിട്രോണിന്റെ ആണെങ്കിൽ സെയിം തന്നെയാണ്. ഇനി പ്രോട്ടോണിന്റെ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ 1.67 × 10⁻27 kg. 1.67 × 10⁻27 kg.
ന്യൂട്രോണിന്റെ മാസ് ചോദിച്ചാലും 1.67 ഇൻറ്റു 10⁻⁻27 kg. നമ്മൾ സാധാരണഗതിയിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിനെ തുല്യമാക്കി നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് ആറ്റത്തിലെ മാസ് കൂടിയ കണമായിട്ട് നമ്മൾ പറയുന്നത് ന്യൂട്രോണിനെ ആണ്. ഓക്കെ, മാസ് കുറഞ്ഞത് ഇലക്ട്രോണുമാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതെങ്ങനെയാ ഈ രണ്ടുപേർക്ക് ഒരേ മാസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ന്യൂട്രോണിനെ മാസ് കൂടിയ കണമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ന് പലർക്കും ഒരു സംശയം വരാറുണ്ട്. അതിന്റെ കാരണം ഇതിന് ശേഷമുള്ള ഡെസിമൽ പോയിന്റുകൾ നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ് ഇത് രണ്ടിനും തുല്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിനുശേഷം 1.67 ശേഷമുള്ള ഡെസിമൽ പോയിന്റുകൾ എടുക്കുമ്പോൾ ന്യൂട്രോണിന്റെ മാസ് യഥാർത്ഥത്തിൽ 1.674 ഇൻറ്റു 10⁻⁻27 എന്ന് വരും. പ്രോട്ടോണിന്റെ മാസ് ആണെങ്കിൽ 1.672 ഇൻറ്റു 10⁻⁻27 എന്നാണ് വരുന്നത്. അപ്പൊ ഒരു ഇച്ചിരി ന്യൂട്രോണിന്റെ മാസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആറ്റത്തിലെ മാസ് കൂടിയ കണമായിട്ട് ന്യൂട്രോണിനെ കണക്കാക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രോട്ടോണിന്റെ ആണെങ്കിലും ഇലക്ട്രോണിന്റെ ആണെങ്കിലും ചാർജ് എത്രയാന്ന് ചോദിച്ചാൽ 1.6 ഇൻറ്റു 10⁻⁻19 കൂളമാണ് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഒക്കെ ചാർജ്. ഇലക്ട്രോൺ വരുമ്പോൾ ഒരു മൈനസ് വാല്യൂ വരും, പ്രോട്ടോൺ വരുമ്പോൾ പ്ലസ് വാല്യൂ വരും. അത്രേ ഉള്ളൂ. സെയിം ആണ്, ചാർജിന്റെ അളവ് സെയിം ആണ്. 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. കൂളം. ഓക്കെ, കൂളം. ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ഓക്കെ, അപ്പോൾ ഈ ബീറ്റാ കരോട്ടിൻ നമ്മൾ ക്യാരറ്റിൽ ഒരുപാടുണ്ട് ബീറ്റാ കരോട്ടിൻ. ഈ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? അത് വിറ്റാമിൻ എ ആയിട്ട് മാറുന്നു. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു വിറ്റാമിൻ ആയിട്ടല്ല കഴിക്കുന്നത്, വേറൊരു രൂപത്തിൽ കഴിക്കുന്നു. പക്ഷെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആ ഒരു വിറ്റാമിൻ എ ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് നമ്മൾ പ്രോ വിറ്റാമിനുകൾ എന്നാണ് പറയുന്നത്. പ്രോ വിറ്റാമിൻ. അപ്പൊ പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ബീറ്റാ കരോട്ടിൻ ആണ്. എന്താണ് പ്രോ വിറ്റാമിൻ? നമ്മൾ കഴിക്കുമ്പോൾ അത് വിറ്റാമിൻ എ ആയിട്ടല്ല കഴിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ബീറ്റാ കരോട്ടിന്റെ രൂപത്തിൽ കഴിക്കുന്നു. പക്ഷെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വിറ്റാമിൻ എ ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള വസ്തുക്കൾക്കാണ് പ്രോ വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. പ്രോ വിറ്റാമിൻ എ ബീറ്റാ കരോട്ടിൻ ആണ്. ഇനി ഈ ഒരു ബീറ്റാ കരോട്ടിൻ വിറ്റാമിൻ എ ആയിട്ട് മാറുന്നത് കരളിൽ വെച്ചിട്ടാണ്. ഓക്കെ, പ്രോ വിറ്റാമിൻ എ ബീറ്റാ കരോട്ടിനായി മാറുന്നത് കരളിൽ വെച്ചിട്ട് ആണ്. ഇനി ബീറ്റാ കരോട്ടിൻ സമ്പുഷ്ട നെല്ല് ഏതാണെന്നറിയോ? സുവർണ നെല്ലാണ്, ഗോൾഡൻ റൈസ് ആണ്. സുവർണ നെല്ല് അല്ലെങ്കിൽ ഗോൾഡൻ റൈസ് ആണ് ബീറ്റാ കരോട്ടിൻ സമ്പുഷ്ട നെല്ല് എന്നറിയപ്പെടുന്നത്. ബീറ്റാ കരോട്ടിൻ സമ്പുഷ്ട നെല്ല് സുവർണ നെല്ല് അല്ലെങ്കിൽ ഗോൾഡൻ റൈസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് എന്നാണ് ചോദ്യം. എന്താണ് ഹരിതഗൃഹവാതകം? ഇപ്പോ നമ്മുടെ ഭൂമിയുണ്ട് അല്ലെ, നമ്മുടെ ഭൂമിക്ക് ഒരു അന്തരീക്ഷമുണ്ട്. ഇത് ഭൂമിയാണ്, മറ്റേത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഭൂമിയിൽ പലതരം വാതകങ്ങൾ, നമ്മുടെ അന്തരീക്ഷത്തിൽ പലതരം വാതകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യനിൽ നിന്നുള്ള താപകിരണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ടുവരുന്ന താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂര്യന്റെ ചൂട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന താപകിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ അല്ലെങ്കിൽ IR റേസ് എന്ന് പറയും. ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഈ ഇൻഫ്രാറെഡ് കിരണങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് വരികയും ഈ വരുന്ന കിരണങ്ങൾ ഈ ഭൂമിയിൽ തട്ടിയിട്ട് തിരിച്ച് പോവുകയും ചെയ്യും. വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ തട്ടിയിട്ട് തിരിച്ചു പോവുകയും ചെയ്യും നമ്മുടെ ഈ ഒരു കിരണങ്ങൾ. ഇങ്ങനെ തിരിച്ചു പോകുന്ന കിരണങ്ങളെ പിടിച്ചെടുത്ത് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ അയക്കുന്നത്, ഈ തിരിച്ചു പോവാൻ സമ്മതിക്കാതെ ആ ഒരു ചൂടുള്ള കിരണങ്ങളെ വീണ്ടും തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ എത്തിക്കുന്ന ആ ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അതായത് നമ്മുടെ ഭൂമിയിൽ ഈ ചൂട് കൊണ്ടുവരുന്ന കിരണങ്ങൾ ഭൂമിയിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകാറുണ്ട്. ഈ തിരിച്ചു പോകുന്ന കിരണങ്ങളെ വീണ്ടും പിടിച്ചെടുത്ത് നമ്മുടെ ഭൂമിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇതിന് സഹായിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പലതരം വാതകങ്ങളാണ്. ഇങ്ങനെ ഹരിതഗൃഹ പ്രഭാവത്തിന് സഹായിക്കുന്ന വാതകങ്ങളെ നമ്മൾ ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. ഇതിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CO2. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ, ഇവന്മാരെല്ലാവരും തന്നെ, നൈട്രസ് ഓക്സൈഡ്, ഇവരൊക്കെ തന്നെ ഹരിതഗൃഹ വാതകങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അതായത് ഇവർ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളെ പിടിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ വിടുന്നു. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഭൂമിയിൽ ഒട്ടും തന്നെ ചൂടില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തീരെയും ചൂട് നമുക്കൊരു നല്ലൊരു ചൂടായിട്ടുള്ള അന്തരീക്ഷം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സസ്യങ്ങൾക്ക് വളരാനോ നമുക്ക് തന്നെ ജീവിക്കാനോ മറ്റു ജന്തുക്കൾക്ക് ജീവിക്കാനോ ഒന്നും പറ്റില്ല. ജീവിക്കുക എന്നുള്ളത് പോസിബിൾ ആകില്ല അവിടെ തീരെയും ചൂട് ഇവിടെ ഇല്ലെങ്കിൽ. ഓക്കെ,
അപ്പൊ നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായ താപനിലയിൽ നമ്മുടെ ഭൂമിയെ നിലനിർത്തുന്നത് ഈ ഹരിതഗൃഹ പ്രഭാവം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതൊരു നല്ല പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ വാതകങ്ങളുടെ അളവ് നന്നായിട്ട് കൂടുന്നത് കൊണ്ട് തന്നെ ഈ പിടിച്ചു വെക്കുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ എമൗണ്ടിലും കൂടുതൽ ഉണ്ടാവുന്നു. അത് ഒരുപാട് കൂടി പോകുന്നു. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കിരണങ്ങളെ പിടിച്ചു വെക്കുകയും നമ്മുടെ ഭൂമിയുടെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിങ്ങനെ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. ഈ കൂടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പൊ ഇത് ഹരിതഗൃഹ പ്രഭാവം ഒരു നല്ല പ്രക്രിയയാണ്. പക്ഷെ ഇത് ഒരുപാട് കൂടി കഴിയുമ്പോഴാണ് ആഗോളതാപനത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഹരിതഗൃഹ പ്രഭാവം കാണിക്കുന്ന വാതകം അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകം ഏതാണെന്ന് ഒരുപാട് വട്ടം പേസ് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആരൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനി ആരെന്ന് ചോദിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവിടുത്തെ ചോദ്യം ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദ്യം. അതേതാണ് ഉദാഹരണം അല്ലാത്തത്? നൈട്രജൻ ആണ്. നൈട്രസ് ഓക്സൈഡ് എന്നുണ്ടെങ്കിൽ എഴുതാമായിരുന്നു. നൈട്രജൻ ഹരിതഗൃഹ വാതകമല്ല, നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാധാരണ ഇനേർട്ട് ആയിട്ടുള്ള ഗ്യാസ് ആണ് നൈട്രജൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 64. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രമാണ് നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം. സെറിബ്രമാണ്. അപ്പൊ സെറിബ്രത്തിന് പിന്നിലായിട്ട് കാണുന്ന 2 ദളങ്ങളായിട്ട് കാണുന്ന തലച്ചോറിന്റെ ഭാഗം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സെറിബെല്ലം ആണ്. ഓക്കെ, സെറിബെല്ലം ആണ് സെറിബ്രത്തിന് പിന്നിൽ കാണുന്ന മസ്തിഷ്ക ഭാഗം. സെറിബെല്ലം ആണ്. നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം അല്ലെ, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം, ഇതൊക്കെ തലാമസ് ആണ്. റിലേ സെന്റർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ഓക്കെ, ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റിലേ സെന്റർ. പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് തലാമസ് ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം ആണ്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം ആണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാകാൻ സഹായിക്കുന്നത് സെറിബ്രമാണ്. പിന്നെ നമ്മുടെ കാഴ്ച, കേൾവി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് സെറിബ്രമാണ്. ചിന്ത, ഓർമ്മ, ഭാവന, ബുദ്ധി അതിന്റെയൊക്കെ കേന്ദ്രം സെറിബ്രമാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ശരീര ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ പല ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മറന്നുപോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ എടുത്തൊന്നും കൂടി വായിക്കുക, അല്ലെങ്കിൽ ക്ലാസ് കാണുകയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. റിവിഷൻ ആയതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തത് ഇരുമ്പിന്റെ ധാതു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനറൽസും അയിരുകളും ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ഇരുമ്പിന്റെ ധാതു വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പിന്റെ ധാതു ഏതാണ്? ഹാമറ്റൈറ്റ് അല്ലെ. ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇതൊക്കെ ഇരുമ്പിന്റെ ധാതുക്കളാണ്. ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇരുമ്പിന്റെ ധാതുക്കളാണ്. വിഡ്ഢികളുടെ സ്വർണം അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന എന്താ? വിഡ്ഢികളുടെ സ്വർണം അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് അയൺ പൈറേറ്റ്സ് ആണ്. അയൺ പൈറേറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്. കോപ്പർ പൈറേറ്റ്സ് ഓപ്ഷനിൽ കാണും, തെറ്റിക്കരുത്. അയൺ പൈറേറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇൽമനൈറ്റ് ആരുടെ അയിരാണ്? ടൈറ്റാനിയം ആണ്. ഇൽമനൈറ്റ്, റൂട്ടൈല് മുതലായവ ടൈറ്റാനിയത്തിന്റെ അയിരാണ്. മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, ചാൽക്കോസൈറ്റ് ഇതൊക്കെ കോപ്പർ, ചെമ്പിന്റെ അയിരാണ്. ഓക്കെ, ചെമ്പ്. അടുത്തത് 66. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം. നമ്മൾ ബാത്തിങ് സോപ്പ് കഴിഞ്ഞ സെഷനിൽ, കഴിഞ്ഞ പാർട്ട് 2 കണ്ടിട്ടുണ്ടായിരുന്നു. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിനകത്ത് KOH ആണ് ഉപയോഗിക്കുന്നത്. വാഷിംഗ് സോപ്പിനകത്ത് അത് നേരെ നമ്മൾ പറഞ്ഞതാണ് NaOH ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. വാഷിംഗ് സോപ്പ്, അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, കാസ്റ്റിക് സോഡ. ഓക്കെ, കാസ്റ്റിക് സോഡ. പക്ഷെ ചിലപ്പോൾ ഇനി പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചിട്ട് കാസ്റ്റിക് സോഡ എന്ന് കൊടുക്കും. ഓർത്തു വെക്കുക, കാസ്റ്റിക് സോഡ. KOH അറിയപ്പെടുന്നത് കാസ്റ്റിക് പൊട്ടാഷ് എന്നാണ്. കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ, കാസ്റ്റിക് പൊട്ടാഷ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. അംഗപരിമിതരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. അനുയാത്ര, കൈവല്യ ഇതെല്ലാം അംഗപരിമിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. അനുയാത്ര, കൈവല്യം ഒക്കെ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആണ്. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതെല്ലാവർക്കും അറിയാം. വോയേജർ ഫസ്റ്റ് ആണ്. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ ഫസ്റ്റ്. ഓക്കെ, വോയേജർ ഫസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? അപ്പൊ ഓക്സിജനെ കണ്ടെത്തിയത് ആരെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓക്സിജന്റെ പിതാവ് ആരെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, PSC പലവട്ടം ചോദിച്ചിട്ടുണ്ട്, ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഇനി ജോസഫ് പ്രീസ്റ്റ്ലി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ പേര് എഴുതാം? നിങ്ങൾക്ക് കോൾ ഷീലയുടെ പേര് എഴുതാം. കോൾ ഷീലയും ജോസഫ് പ്രീസ്റ്റ്ലി ഒരുമിച്ച് വന്നാലും PSC അംഗീകരിച്ചിട്ടുള്ള ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. പ്രീസ്റ്റ്ലി ഇല്ലാത്ത കേസിൽ PSC കോൾ ഷീല ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓക്സിജനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകത വരുന്നത്. ഇനി ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ അത് മെർക്യൂറിക് ഓക്സൈഡ് ആണ്. മെർക്യൂറിക് ഓക്സൈഡ്. മെർക്യൂറിക് ഓക്സൈഡിനെ ചൂടാക്കിയിട്ടാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്. ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്നത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഫാദർ ഓഫ് സോഡാ പോപ്പ്. ഓക്കെ, ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. 16ാമത്തെ ഗ്രൂപ്പിലെ ക്രിയാശീലത കൂടിയ മൂലകം. ഇത് എഴുതുമ്പം തെറ്റിക്കാറുണ്ട് പലരും. നമ്മുടെ പീരിയോഡിക് ടേബിളില് 17ാമത്തെ ഗ്രൂപ്പ് ആണ് ഹാലജൻസ്. 17ാമത്തെ ഗ്രൂപ്പ് ഹാലജൻസ് ആണ്. 16ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഫാമിലിയാണ്. ഓക്സിജൻ ഫാമിലി. ഈ ഓക്സിജൻ ഫാമിലി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ചാൽക്കോജൻസ് എന്നറിയപ്പെടും. ഓക്സിജൻ ഫാമിലി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചാൽക്കോജൻസ്. ഓക്കെ, ചാൽക്കോജൻസ്. അപ്പൊ ഈ 16ാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജൻ ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കേണ്ടി വരും നിങ്ങൾ. ഈ ഒരു ഇതിനകത്ത് ഇവിടെ തൊട്ടാണ് 13 സ്റ്റാർട്ട് ചെയ്യുന്നത്. പീരിയോഡിക് ടേബിളിന്റെ ഏകദേശം ഒരു ഘടന നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. പഠിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് S ബ്ലോക്ക്, ഇവിടെ D ബ്ലോക്ക് വരും. ഇത് P ബ്ലോക്ക് അല്ലേ? ഈ P ബ്ലോക്കിൽ തുടങ്ങുന്നത് 13ാമത്തെ ഗ്രൂപ്പ് തൊട്ട് തുടങ്ങുന്നത്. 13, 14, 15, 16, 17, 18 ഇങ്ങനെ വരുന്നത്. ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു ചെറിയൊരു മാർഗം നമുക്ക് യൂസ് ചെയ്യാം. BC നോ എന്ന് പഠിക്കുക. BC നോ. ഓക്കെ, ബിസി അല്ല എന്ന് ആലോചിച്ചാൽ മതി. BC നോ, ബിസി അല്ല എന്ന് ആലോചിക്കുക. BC നോ. ഓക്കെ, 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ ഫാമിലിയാണ്, C. 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ ഫാമിലിയാണ്. 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലിയാണ്. 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലിയാണ്. ഓക്കെ, ഈ 16ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചാൽക്കോജൻസ്. ഇനി 17ാമത്തെ ഗ്രൂപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. 17ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം ഫ്ലൂറിൻ ആണ്. 17ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ഹാലജൻസ്. ആദ്യത്തെ മൂലകം ഫ്ലൂറിൻ ആണ് കേട്ടോ. ദെൻ 18ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? നോബിൾ ഗ്യാസസ് എന്നാണ് അറിയപ്പെടുന്നത്. അലസവാതകങ്ങൾ. അലസവാതകങ്ങൾ അല്ലെങ്കിൽ അപൂർവവാതകങ്ങൾ. ഓക്കെ, അപൂർവവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, ശരി. അപ്പൊ 16ാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി എല്ലാവർക്കും അറിയുന്നതല്ലേ? ഒരു വെറുതെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ മുന്നിലേക്ക് ആക്കണം അല്ലെങ്കിൽ പിന്നിലേക്ക് ആക്കണം. അതിനുവേണ്ടി നാം കൊടുക്കുന്ന ശക്തി എന്താണ്? ബലം. വളരെ സിമ്പിൾ ആണ് ബലം. ബലത്തിന്റെ SI യൂണിറ്റ് എന്താ? ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലെ? ന്യൂട്ടൺ. CGS യൂണിറ്റോ നമ്മൾ നേരത്തെ ഒരു സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. CGS യൂണിറ്റ് ഡൈൻ ആണ്. ഡൈൻ അറിയാലോ. നെക്സ്റ്റ്, രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. വില്യം ഹാർവി ആണ് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്. നമ്മുടെ ഹൃദയ അറകളിലൂടെ എത്ര തവണയാണ് രക്തം കടന്നു പോകുന്നത്? ഒറ്റ ഇതിനകത്ത് 2 തവണ. അതുകൊണ്ട് തന്നെ നമ്മുടെ പര്യനത്തെ ഇരട്ടപര്യനം അല്ലെങ്കിൽ ദ്വിപര്യനം എന്ന് വിളിക്കും. ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കും. ഇരട്ടപര്യനം അല്ലെങ്കിൽ ദ്വിപര്യനം. ഓക്കെ, ഈ ദ്വിപര്യനത്തിൽ ഏതൊക്കെയാ വരുന്നത്? സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും വരുന്നു അല്ലെ? സിസ്റ്റമിക് പര്യനവും വരുന്നു, പൾമണറി പര്യനവും വരുന്നു. സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും വരുന്നുണ്ട്. ഹാർട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. രക്തക്കുഴലുകൾ ഏതൊക്കെയാണ്, വലുതേത് ചെറുതേത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാ? രക്തഗ്രൂപ്പുകൾ കോൾലാൻഡ് സ്റ്റീനർ ആണ്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കോൾലാൻഡ് സ്റ്റീനർ ആണ്. നെക്സ്റ്റ്, എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം. ഇത് നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പൊട്ടാസ്യം, നമ്മുടെ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാപ്പോണിഫിക്കേഷൻ അല്ലെ? അതിനകത്ത് സോൾട്ടിങ് ഔട്ട്, ഗ്ലിസറിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സോപ്പിന്റെ ഗുണനിലവാരം തീരുമാനിക്കുന്ന ഫാക്ടർ ഏതാണ്? TFM അല്ലെ? ടോട്ടൽ ഫാറ്റി മാറ്റർ ആണ്. TFM ആണ് ഒരു സോപ്പിന്റെ ഗുണനിലവാരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷർ. TFM ആണ്.
TFM 76% അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് എങ്കിൽ അത് ഫസ്റ്റ് ഗ്രേഡ് സോപ്പാണ്. അത് ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് ആയിരിക്കും. ഓക്കെ അല്ലെ? നെക്സ്റ്റ്, ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? നമ്മൾ കുറച്ചു മുന്നേ കണ്ടതേ ഉള്ളൂ. ന്യൂട്ടൺ ആരുടെ യൂണിറ്റ്? ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ബലം ഒരു സദിശ അളവാണോ അദിശ അളവാണോ? സദിശ അളവാണ്. ബലം എന്ന് പറയുന്ന ഉറപ്പായിട്ടും സദിശ അളവ് ആണ്. അടുത്ത്, ഊർജ്ജം അളക്കുന്ന യൂണിറ്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ സിമ്പിൾ ആണ്. ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ജൂൾ ആണ്. CGS യൂണിറ്റ് ചോദിച്ചാൽ എർഗ് ആണ് അല്ലെ? എർഗ്. നെക്സ്റ്റ്, സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ത്രാസ്, സ്പ്രിംഗ് ബാലൻസ് ഇല്ലേ? സ്പ്രിംഗ് ബാലൻസ് വർക്ക് ചെയ്യുന്ന നിയമമാണ് ഹൂക്സ് ലോ അല്ലെങ്കിൽ ഹൂക്സ് നിയമം. സ്പ്രിംഗ് ബാലൻസ്, സ്പ്രിംഗ് ബാലൻസ്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്പ്രിംഗ് ബാലൻസ്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്പ്രിംഗ് ബാലൻസ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണ ത്രാസ് ആണ്, കോമൺ ബാലൻസ് ആണ്. സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് ആണ് നമ്മൾ മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത്. ഭാരം അളക്കാൻ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നു. അതിന്റെ നിയമം ഹൂക്സ് നിയമമാണ്, ഹൂക്സ് ലോ. ഓക്കെ, ഹൂക്സ് ലോ. നെക്സ്റ്റ്, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇത് നമ്മൾ പലവട്ടം ക്ലാസ്സിൽ കണ്ടതാണ്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, അതാണ് ഐച്ഛിക ചലനങ്ങൾ. അതിനെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഓക്കെ, സെറിബ്രം. അനൈച്ഛികമാണെങ്കിൽ മെഡുല്ലയാണ്. ഓർമ്മേണ്ടത് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരം പ്ലൂറയാണ്. ഓക്കെ, പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരം. പെരികാർഡിയം ആരെ കവർ ചെയ്യുന്നതാണ്? ഹൃദയത്തെ കവർ ചെയ്യുന്ന സ്ഥലമാണ് പെരികാർഡിയം. മെനിഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കം, മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ കവർ ചെയ്യുന്നതാണ് മെനിഞ്ചസ് അല്ലെ? ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പാളിയാണ് ഡയഫ്രം. ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പാളിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അറിയാലോ. ഇനി ഫേനത്തെ കവർ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താ? ഫേനം, വാക്യൂൾ, ടോണോപ്ലാസ്റ്റ് അല്ലെ? ഫേനത്തെ കവർ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് ടോണോപ്ലാസ്റ്റ് എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഫേനം, ടോണോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് ഓഫ് പ്രിലിംസിന്റെ 5-6 സ്റ്റേജ് ഉണ്ടായിരുന്ന ഒരു പ്രിലിംസിന്റെ മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു 3 സെഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഒരു സെറ്റ് ഓഫ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.